Hello. Welcome to market discussion of the day. Today, 24th of September 2025. വെനസ്ഡേ ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ക്ലാസ് നടക്കുന്നത്. രണ്ടും സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും പറയുന്നത്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ് എന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഫണ്ടമെൻ്റൽസിൽ നോക്കുമ്പോൾ ഇന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസിൽ ഇന്ന് ന്യൂ ഹോം സെയിൽസ് ഉച്ചയ്ക്ക് 3 മണി UK ടൈമിംഗ് 3 മണിക്കാണ് ന്യൂ ഹോം സെയിൽസ് വരുന്നത്. വലിയ രീതിയിലുള്ള വോളറ്റാലിറ്റി ഒന്നും ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അത് കഴിഞ്ഞിട്ട് ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചും ഉണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും നമുക്ക് എന്താ പറയുക, ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസായിട്ടൊന്നും കാണണ്ട. ഉറപ്പായിട്ടും ആ ഒരു സമയത്ത് ഒരു വോളറ്റാലിറ്റി ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടത്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് പക്ഷെ നാളെ നമുക്ക് ഫുള്ളായിട്ട് മാറി നിൽക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. കാരണം എന്താണ്, GDP ഡേ ആണ് അല്ലേ. GDP അനൗൺസ്മെൻറ്റ് ഫ്രം US കമ്മിങ് ടുമോറോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. സോ ആ ഒരു ന്യൂസിനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം കൂടെയാണ്. സോ അതാണ് നമുക്ക് നാളത്തെ ന്യൂസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആക്കുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നാളെ ഈ GDP ന്യൂസിൻ്റെ സമയത്ത് തന്നെ വേറെ 2 ന്യൂസ് കൂടെ വരുന്നുണ്ട്. ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡറും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ നമുക്ക് വൈകുന്നേരം ഇന്ത്യൻ ടൈമിംഗ് ഒരു 6 മണിക്കൊക്കെ മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ഒക്കെ ആണെങ്കിൽ അതെടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം നമുക്ക് അറിയില്ല എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ മാറി നിൽക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പൊളിറ്റിക്കൽ സൈഡിലോട്ട് വരുമ്പം നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഫ്രാൻസിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വളരെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഡിസിഷൻ ഇന്നാണ് വരുന്നത്. 24th വരെയാണ് ഫ്രഞ്ച് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ളൊരു ടൈം അവിടുത്തെ ആൾക്കാർ. ഓക്കെ, സോ ഇന്നൊരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ വന്നില്ല എങ്കിൽ, അവിടുത്തെ ആൾക്കാർക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഡിസിഷൻ വന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് താഴോട്ട് പോകാൻ ഉള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. യൂറോയിൽ മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇന്ന് യൂറോയിൽ ട്രേഡ് ചെയ്യാനായിട്ട് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസിൽ യൂറോ നിൽക്കുന്നത് കൊണ്ടിട്ട് വേണമെങ്കിൽ സെല്ല് ചെയ്ത് പരീക്ഷണം നടത്താവുന്നതുമാണ്. വേണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം, കേട്ടോ. ഓക്കെ, സോ അതാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ. അതേപോലെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ എന്താ പറയുക, നാറ്റോസ് എടുക്കുന്ന നിലപാട്, റഷ്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നിലപാടുകൾ, അങ്ങനത്തുള്ള ഒരുപാട് ന്യൂസുകൾ വരാനായിട്ട് കിടപ്പുണ്ട്. സോ അതൊക്കെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ പ്രൈസിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, പല ആൾക്കാരും ഗോൾഡിൽ ട്രേഡ് ചെയ്ത് സ്റ്റക്കാണ്. ഓക്കെ, കാരണം ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നമ്മളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സൊരിക്കലും ഒരു ബൈ ചെയ്യാനായിട്ട് എന്താ പറയുക, എൻ്റെ മനസ്സൊരിക്കലും ഒരു ബൈ ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. പല ആൾക്കാരും അതുകൊണ്ടിട്ട് തന്നെ സെല്ലിലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ പൈസ പോകുന്നതായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്. സോ ബേസിക്കലി ഗോൾഡിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, നല്ല രീതിയിലൊന്ന് റീട്രേസ് ചെയ്ത് വരുമ്പോൾ ബൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. സോ മാർക്കറ്റ് ഒറ്റയടിക്കാണ് കയറിപ്പോയതല്ലേ ഗോൾഡിൻ്റെയൊക്കെ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കിയേ, കഴിഞ്ഞ വെള്ളിയാഴ്ച 3630 അടുത്ത് വന്ന മാർക്കറ്റാണ്. ഓക്കെ, കഴിഞ്ഞ വെള്ളിയാഴ്ച 3633 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. സോ അവിടുന്ന് ഓൾമോസ്റ്റ് ഇന്ന് നിൽക്കുന്നത് 2 ദിവസം കൊണ്ട്, ഓക്കെ, തിങ്കൾ ചൊവ്വ 2 ദിവസം കൊണ്ട് 3790 വരെ എത്തി. അതായത് ഓൾമോസ്റ്റ് 1500 പിപ്പിൻ്റെ മുകളിൽ, 1700 പിപ്പിൻ്റെ മുകളിൽ. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഇത്രയും വലിയ ഓട്ടോ ഒന്നും ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് കണ്ടിട്ടില്ല. ഓക്കെ,
സോ അതുകൊണ്ടിട്ട് എനിക്കറിയില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, എനിക്കറിയാം എന്താണ് റീസൺ എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി തന്നെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ബേസിക്കലി ബ്രിക്സ് കറൻസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ കറൻസി ഗോൾഡിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് വെക്കുന്നത്. സോ അതുകൊണ്ടിട്ട് തന്നെ അവിടെ ബ്രിക്സ് സെൻട്രൽ ബാങ്കുകൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഗോൾഡ് വാങ്ങാനായിട്ടുള്ള ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് മെയിനായിട്ടുള്ള വൺ ഓഫ് ദ റീസൺ. സോ അതിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് പൊളിറ്റിക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ടിട്ട് മാർക്കറ്റ് വളരെ വോളറ്റൈലായിട്ട് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടുത്തെ ലൈറ്റ് ജസ്റ്റ് ചെറുതായിട്ട് പോയി, ഞാൻ നനങ്ങിയാൽ മാത്രമേ ലൈറ്റ് വീണ്ടും വരത്തുള്ളൂ. സോ ഒറ്റ മിനിറ്റ്, സോറി അബൌട്ട് ദാറ്റ്. സോ നമ്മളിവിടെ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈറ്റ് പോകും. സോ ബേസിക്കലി അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാറിനകത്ത് ഒരു രീതിയിലുള്ളൊരു പീസ് ഡീല് വരാത്തത്, ഓക്കെ, അതേപോലെ തന്നെ പല രാജ്യങ്ങൾക്കും എതിരെ വന്നിട്ടുള്ള താരിഫുകൾ. സോ ഇതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാം. ഫ്രഞ്ച് പൊളിറ്റിക്സിൽ നടക്കുന്ന അൺസർട്ടനിറ്റി, ഇതെല്ലാം ഡയറക്റ്റ്ലി പ്രഷർ വരുന്നത് ഗോൾഡിലാണ്. ഓക്കെ, സോ ഗോൾഡ് ഇനിയും മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി 4000-ലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കുന്നത്. ആ ഒരു ഓക്കെ, നിങ്ങൾക്ക് എടുക്കാം, ഗോൾഡിൽ ബൈ എടുക്കാം, പക്ഷെ വളരെ ചെറിയ ലോട്ട് എടുക്കൂ. ഈവൻ 0.01 ലോട്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 0.01 ലോട്ട് 3000 കഴിഞ്ഞതിൻ്റെ ഒരു മാസം മുന്നേ ഗോൾഡിൻ്റെ പ്രൈസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു മാസം മുന്നേ, അതായത് ഒരു മാസം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 24-ാം തീയതി ഓഗസ്റ്റ് 24-ാം തീയതി ഗോൾഡിൻ്റെ പ്രൈസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3352. ഓക്കെ, 3352, ഓൾമോസ്റ്റ് 3350 എന്ന് എടുക്കാം. ഓക്കെ, അവിടെ നിന്ന് ഇന്ന് വരെ എത്ര മൂവ്മെൻറ്റ് പോയി? 350, 450, 550, 650, 750, ഓൾമോസ്റ്റ് 450, 4500 പിപ്പിൻ്റെ മൂവ്മെൻ്റാണ് മുകളിലോട്ട് പോയത്. സോ 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അന്ന് ജസ്റ്റ് ഒരു, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു $5000 ഇട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾ 0.1 ലോട്ടിൽ ജസ്റ്റ് മേടിച്ചിട്ടിരുന്നെങ്കിൽ പോലും $4500 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 0.01 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ഡോളറിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. സോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ച് ഇടാം, അത് ഒരു റീട്രേസ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം. സോ അല്ലാതെ ഞാൻ അതിനകത്ത് ഒരു റെക്കമെൻഡേഷനും ഞാൻ പറയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPY തന്നെ വരാം. JPY 148.021 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. സോ ഇനി എന്ത് എന്നുള്ളൊരു കാര്യത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ആ അകത്ത് തന്നെയാണ് ചെയ്യുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് ഓക്കെ, ഗോൾഡിനകത്ത് എല്ലാവരും പറയുന്ന കാര്യം എന്താ അറിയോ, ഗോൾഡിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ് ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ നിൽക്കുന്നത്. മെറ്റിനകത്തൊന്നും മൂവ്മെൻ്റ് ഇല്ല, ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, നിങ്ങളൊന്ന് JPYയുടെ ഞാൻ ഇന്നലെയും കൂടെ കാണിച്ചതാണ്. JPYയുടെ ആ ഒരു മാർക്കറ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, കഴിഞ്ഞ 3 മാസമായിട്ട് 145 to 146 to 148, 2 തവണ, ഒരു തവണ 146 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയി. അവിടെയും അതും ഇൻട്രസ്റ്റ് റേറ്റ്, കഴിഞ്ഞ ആഴ്ചത്തെ ഇൻട്രസ്റ്റ് റേറ്റിന് ആണ് ആ സമയത്ത് മാറി നിൽക്കുക. അതേപോലെ 148-ന്റെ മുകളിലോട്ട് പോയതും 1-2 വട്ടമാണ് കഴിഞ്ഞ 2-3 മാസത്തിൻ്റെ ഇടയ്ക്ക്. സോ 146 എന്ന് പറയുന്നൊരു ബൈയും 148 എന്ന് പറയുന്നൊരു സെല്ലും എടുത്ത് നിങ്ങൾ ചെയ്യേ. അതിനകത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ ഗോൾഡിൽ 0.1 ലോട്ടിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിനകത്ത് 0.3 ലോട്ടിൽ ചെയ്യേ. ഓക്കെ, 0.3 ലോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. 50 പിപ്പിൻ്റെ മൂവ്മെൻ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക്, ഒരു 0.3 ലോട്ടിലാണെങ്കിൽ പോലും അത്യാവശ്യം എത്രയാണ് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ്, മിനിമം ഒരു $100 മുകളിലുള്ള പ്രോഫിറ്റ് എങ്കിലും നമുക്ക് 50 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ യൂറോ ആണെങ്കിലും GBP ആണെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1.1500, 1.1600 to 1.1700, ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കറങ്ങാണ്. 1.1500 to 1.1700 ഇതിൻ്റെ ഇടയ്ക്കാണ് കറങ്ങുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് പോയിട്ടുള്ള വളരെ
വളരെ ചുരുക്കം സാഹചര്യങ്ങളെ ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഈ റേഞ്ച് ബേസ് ചെയ്തിട്ട് കറൻസീസ് കിടന്ന് കറങ്ങുന്നുണ്ട്. നിങ്ങൾ ഗോൾഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത കറൻസീസിലോട്ട് ട്രേഡ് ചെയ്യൂ. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. കുറച്ച് ഒരു ഗോൾഡിൽ ട്രേഡ് എടുക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് അതിനകത്ത് കൂടുതൽ ലോട്ട് സൈസ് എടുക്കാം എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ അകത്തുള്ളൊരു ലോജിക്ക് ഞാൻ ഇത്രയേ ഉള്ളൂ. ഗോൾഡിൻ്റെ ഒരു ദിവസത്തെ മൂവ്മെൻറ്റ് $45 to $50 മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കറൻസീസിൽ ഒരു ദിവസത്തിലെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 100 to 150 പിപ്സിൻ്റെ മൂവ്മെൻറ്റേ ഉള്ളൂ. സോ ഈ ബേസിക്സ് ആണ് ഞാൻ പറയുന്നത് 3 ഇരട്ടി ട്രേഡ് എടുത്ത് പോകാം എന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് വീണ്ടും JPY 148 സെല്ല് ചെയ്യാം, 147 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. ഇത് തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും പറയുന്നത്. ഓക്കെ, യൂറോ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ലെടുക്കാം. ഇന്നലെ ഞാൻ സെല്ലെടുത്തു, വളരെ ചെറിയ മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നലെ, അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല, അവിടെ തന്നെ കിടക്കുകയാണ്. ഓക്കെ, സോ ഇന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം 101.600 വരെ എങ്കിലും റീച്ച് ആകും എന്നുള്ളൊരു കാര്യം എനിക്ക് ഒരു തോന്നലുണ്ട്. സോ അത് വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് എടുത്ത് മാറുക. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സെല്ലെടുത്ത് മുന്നോട്ട് പോകാം. GBP 1.34988 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. ഇന്ന് നമുക്ക് അറിയാം ഇപ്പോൾ ജസ്റ്റ് 1.3500 താഴെയായിട്ടാണ്. സോ ബേസിക്കലി എൻ്റെ അടുത്ത് ചോദിച്ചാൽ എവിടുന്ന് ബൈ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ബൈ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എനിക്ക് പറയാനായിട്ടുള്ളത് GBP നമുക്ക് 1.3460 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 1.3480 1.3470 ആ റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3440 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം, നിർബന്ധമായിട്ടും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഗോൾഡിലോട്ട് വരുമ്പം 3774 നിൽക്കുന്നു. ഇവിടുന്ന് 3780 താഴെയായിട്ടാണ് ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചത്. മിക്കവാറും 3780 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും US സെഷന് മുന്നേ ആയിട്ട്. ഓക്കെ, സോ അതിനുശേഷം എനിക്കറിയില്ല, അവിടെ ഡൊണാൾഡ് ട്രംപൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും ഗോൾഡ് മുകളിലോട്ട് പോകും, എന്തിനാണ് വെറുതെ. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് മിക്കവാറും US സെഷന് മുന്നേ 3780 റെസിസ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ റെസിസ്റ്റ് ചെയ്ത് താഴെ കിട്ടിയാൽ 3750 വേണമെങ്കിൽ ചെറിയൊരു ബൈ കൊടുക്കാം. 3730 താഴെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും കേട്ടോ. നിങ്ങൾ വളരെ ചെറിയ ലോട്ട് എടുത്തിട്ട് ഒരു $30 സ്റ്റോപ്പ് ലോസ് വെച്ച് ഗോൾഡിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി പോയിന്റ്. 3730 എന്ന് പറയുന്നത് എൻ്റെ സെക്കൻഡറി എൻട്രി പോയിന്റ് ആയിരിക്കും. അവിടുന്ന് കുറച്ചുകൂടെ താഴെ കിട്ടിയാൽ അടുത്ത 0.1 ലോട്ട്. ഇത് ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒരു ലോട്ട് ചെയ്യുന്ന ഒരാൾക്ക് 0.1 ലോട്ട് 3750 0.1 ലോട്ട് 3730 ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. കാരണം 3730 താഴെയായിട്ട് മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി, ഈ ഒരു ഇത്രയും അൺസർട്ടൻ സിറ്റുവേഷൻ നിൽക്കുന്നത് കൊണ്ട് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടിട്ടാണ് ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കണം കേട്ടോ. ഈ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, $30 സ്റ്റോപ്പ് ലോസ് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളൊരു കാര്യമാണ്. എപ്പോഴും നമുക്കൊരു $10,000 അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു $20,000 അക്കൗണ്ട് ഉള്ള ഒരാളാണ് 1 ലോട്ടിൽ ട്രേഡ് ചെയ്യേണ്ടത്. 10,000 അല്ല, $20,000 $25,000 അക്കൗണ്ട്. സോ ആ ഒരു ഡോളറിൽ അക്കൗണ്ടിലുള്ള ഒരാൾക്ക് ഈ 2 ട്രേഡ് എടുത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയാലും മാക്സിമം $600 സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. ഓക്കെ, സോ അങ്ങനെ ചെയ്താൽ പോലും നമുക്ക് 3000 അടുത്തിൻ്റെ താഴെയുള്ള അവിടെ 2 സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിക്കോട്ടെ, 3700 അടുത്ത 0.1 ലോട്ടും ഈ സപ്പോസ് 3680 കിട്ടിയാൽ നിങ്ങളുടെ ഫുൾ ലോട്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു ലോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലോട്ടിൽ തന്നെ 3680 എടുക്കണം. ഇത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യരുത്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ 3750 എടുക്കുന്നത് താഴോട്ട് വരാൻ നേരത്ത് സ്റ്റോപ്പ് ലോസ് ഇടണം. 3720 സ്റ്റോപ്പ് ലോസ് ഇടണം. 3730 ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 3700 സ്റ്റോപ്പ് ലോസ് ഇടണം. $30 സ്റ്റോപ്പ് ലോസ് എന്തായാലും വേണം. ഓക്കെ, 3700 ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 3670 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. ഓക്കെ, സോ നല്ല രീതിയിൽ നമുക്ക് എന്നിട്ട് ബാക്കിയുള്ളത് 3680 നല്ല ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് മിസ്സായി പോകരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടിട്ട് മാത്രമാണ് പറയുന്നത് ഇങ്ങനൊരു ട്രേഡിങ് രീതി. പക്ഷേ ഇങ്ങനെ ട്രേഡ് ചെയ്യാൻ നേരത്ത് ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്ത് പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. ആ ട്രേഡിംഗ് മെത്തേഡേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന ട്രേഡിംഗ് മെത്തേഡ് അല്ല. ഓക്കെ,
നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ ഇന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.